ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവംബർ 2024 മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ കോംപ്ലക്സും ട്രിഗ്നോമെട്രിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 1 - i. അതായത് 1 - iൻ്റെ കോൺജുഗേറ്റ് കാണാനാണ് ചോദിച്ചത്. ഇപ്പോൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുക? Z ഈക്വൽ ടു 1 + i ആണ് ആൻസർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺജുഗേറ്റ് കാണുമ്പോൾ i വരുന്ന നമ്പർ മാത്രം എന്താവും? മൈനസിലത് പ്ലസ് ആവും, പ്ലസ്സിലത് മൈനസ് ആവും. ഇവിടെ നമുക്ക് വന്നത് 1 - i. അപ്പോൾ i വരാത്ത നമ്പർ ഇവിടെ റിയൽ പാർട്ട് അതിനൊരു ചേഞ്ചും ഇല്ല. ഇമാജിനറി പാർട്ട് അതായത് ഐൻ്റെ ഒപ്പം വരുന്ന നമ്പറാണ്. -iലത് എന്താവും? +i. ഓക്കെ, വേറെ നമ്മൾ കോൺജുഗേറ്റ് കാണാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. z ഈക്വൽ ടു 4 + 3i ആണെങ്കിൽ കോൺജുഗേറ്റ് z എന്ന് പറയുന്നത് എന്താണ്? 4 - 3i. ഓക്കെ, അപ്പോൾ മൈനസിലത് പ്ലസ് ആവും, പ്ലസ്സിലത് മൈനസ് ആവും. ഇത്രയേ ഉള്ളൂ കോൺജുഗേറ്റ്. Z എന്ന് പറയുന്ന ഡിനോഷൻ നിങ്ങൾ മറക്കരുത്. കോൺജുഗേറ്റിൻ്റെ സിമ്പിൾ Z ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ 3x - 2y + 1 = 0. സ്ലോപ്പ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇക്വേഷൻ ax + by + c = 0 എന്ന് പറയുന്നൊരു ഇക്വേഷൻ തന്നാൽ അതിന് സ്ലോപ്പ് കാണാൻ m = -a/b എന്ന് പറയുന്നൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എക്സിൻ്റെ മുന്നിൽ വരുന്ന നമ്പറാണ് എന്ത്? a. വൈൻ്റെ മുന്നിൽ വരുന്ന നമ്പറാണ് എന്ത്? b. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 3 ആണ്, b എന്ന് പറയുന്നത് -2 ആണ്, c എന്ന് പറയുന്നത് ലാസ്റ്റ് വരുന്ന നമ്പർ അത് എത്ര? ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ m = -a/b ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ m = എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 3 ഡിവൈഡഡ് ബൈ ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? -2. അപ്പോൾ m = -3 ഡിവൈഡഡ് ബൈ -2. ഇതിനെ വേണമെങ്കിൽ നമുക്ക് 3/2 എന്ന് എഴുതാം. മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. ഇനിയിപ്പോൾ അത് എഴുതിയില്ലെങ്കിൽ -3/-2 എന്ന് എഴുതിയാലും മതി. ഇത്രയേ ഉള്ളൂ സ്ലോപ്പ് കാണാനല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് sin 90 × cos 0. sin 90ൻ്റെ വാല്യൂ എന്താ? cos 0ൻ്റെ വാല്യൂ എന്താ നമുക്കറിയാം. sin 90ൻ്റെ വാല്യൂ 1 ആണ്. ഇൻറ്റു cos 0ൻ്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പോൾ 1 × 1 1 തന്നെ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 135. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 90ൻ്റെ മുകളിലേക്ക് വരുന്ന ആംഗിൾ നമുക്ക് ടേബിളിലില്ല. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 90ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വരുന്നത് sin 135 ആണ്. ഈ 135നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? sin 90 + 45 എന്ന് എഴുതാൻ പറ്റൂലേ? sin 90 + 45 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ 90 എന്ന് പറയുന്നത് 1 × 90 ആണ് അല്ലേ? 90 എന്ന് പറയുന്നത് 1 × 90 ആണ്. 1 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ സൈൻ എന്താവും? കോസ് ആവും. കോസ് എന്താവും? സൈൻ ആവും. ടാൻ എന്താവും? കോട്ടാവും. ഓക്കെ, ഇതാണ് ഓഡ് നമ്പറാണ് വന്നതെങ്കിൽ സൈന് കോസ് ആവും, കോസ് സൈൻ ആവും, ടാന് കോട്ടാവും. അപ്പോൾ ഇവിടെ ഓഡ് നമ്പർ വന്നതുകൊണ്ടാണ് സൈൻ എന്തായിട്ട് മാറിയത്? കോസായിട്ട് മാറിയത്. എന്നിട്ട് ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണ്? 45 എന്ന് എഴുതി. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വാഡ്രൻറ്റ് നോക്കാം. ഇവിടെ 90 ആണ്, ഇവിടെ 180, 270, 360. അപ്പോൾ 135 ആണ് നമ്മുടെ ചോദ്യത്തിൽ. 135 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രൻറ്റിലാണ് വരിക? 90ക്ക് ശേഷം വരുന്നത് ഏതിലാണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. കോസ് 45ൻ്റെ വാല്യൂ എന്താ? 1/√2. ഇനി ഇതല്ലാതെ വേറെ രീതിക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സൈൻ 135നെ നമുക്ക് സൈൻ 180 - 45 ഇങ്ങനെ എഴുതാം അല്ലേ? 180 - 45 ഇങ്ങനെ എഴുതാൻ പറ്റും. 180 - 45 എന്ന് എഴുതാൻ പറ്റും. അവിടെ 180 എന്ന് പറയുന്നത് എന്താണ്? 2 × 90. ആകെ വരുന്ന കണ്ടീഷൻ ഫസ്റ്റ് വരുന്നത് 90ന് മൾട്ടിപ്പിൾ ആയിരിക്കണം. 2 × 90. 2 എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ ഫംഗ്ഷനിൽ മാറ്റമൊന്നുമില്ല. സൈൻ എന്താ? സൈൻ തന്നെയാണ്. കോസ് തന്നെ. ടാൻ തന്നെ. ഒരു മാറ്റവും. ഓഡ് ആവുമ്പോൾ മാത്രമാണ് സൈന് കോസ് ആവുന്നത്, കോസ് സൈൻ ആവുന്നത്, ടാന് കോട്ടാവുന്നത്. ഈവൻ ആവുമ്പോഴാണ് സൈൻ തന്നെ, കോസ് തന്നെ, ടാൻ തന്നെ. അപ്പോൾ ഇവിടെ ഈവൻ നമ്പർ ആയതുകൊണ്ട് സൈനിന് മാറ്റം ഉണ്ടാവില്ല, സൈൻ തന്നെ എഴുതാം. ഒപ്പം വരുന്ന നമ്പർ സൈൻ 45. പിന്നെ നോക്കേണ്ടത് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാം. പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുന്നത് ഏത് ക്വാഡ്രൻറ്റിലാണ് ഈ വരുന്ന ആംഗിൾ എന്ന് നോക്കാം. 135 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ സൈൻ എന്താണ്? പോസിറ്റീവാണ്. സൈൻ 45ൻ്റെ വാല്യൂ 1/√2. ഒന്നെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ ഒന്നേ നമുക്ക് കിട്ടുള്ളൂ.
ഓക്കെ, ഇതാണ് 4th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ sin 2a ഇൻ ടേംസ് ഓഫ് tan a. നമുക്കറിയാം sin 2aക്ക് 2 ഇക്വേഷൻ ഉണ്ട്. അതായത് sin 2a ഈക്വൽ ടു 2 sin a ഇൻറ്റു cos a, അതാണ് ഒരു ഇക്വേഷൻ. രണ്ടാമത്തതാണ് 2 tan a ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ. ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതിലാണ് വേണ്ടത്, tan a വെച്ചുള്ള ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ ഒരിക്കലും മറ്റേത് എഴുതരുത്. sin 2a ഈക്വൽ ടു 2 tan a ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തന്നെ എഴുതണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് വരുന്നത്. ഇനി അടുത്തത് പാർട്ട് ബി നോക്കാം. പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ ഇതാണ്. മൾട്ടിപ്ലൈ 3 പ്ലസ് ഐ വിത്ത് ഇറ്റ്സ് കോൺജുഗേറ്റ്. ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. മൾട്ടിപ്ലൈ 3 പ്ലസ് ഐ വിത്ത് ഇറ്റ്സ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 3 പ്ലസ് ഐൻ്റെ കോൺജുഗേറ്റ്, 3 പ്ലസ് ഐൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 3 മൈനസ് ഐ ആണ് അല്ലേ? പ്ലസ്സിൽ അതെന്താവും? മൈനസ്. അപ്പോൾ 3 പ്ലസ് ഐൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 3 മൈനസ് ഐ ആണ്. 3 പ്ലസ് ഐനെ അതിൻ്റെ കോൺജുഗേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, 3 പ്ലസ് ഐനെ അതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 3 മൈനസ് ഐ ആണ്, അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞത്. ഇനി ഇൻറ്റു ചെയ്യുന്നത് എങ്ങനെയാണ്? 3 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു മൈനസ് ഐ പ്ലസ് ഐ ഇൻറ്റു 3 പ്ലസ് ഐ ഇൻറ്റു മൈനസ്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 3 ഇൻറ്റു 3 9 ആണ്. 3 ഇൻറ്റു മൈനസ് ഐ മൈനസ് 3 ആണ്. ഐ ഇൻറ്റു 3 3i മൈനസ് ഐ ഇൻറ്റു ഐ എന്താ? ഐ സ്ക്വയർ ആണ്. ഐ ഇൻറ്റു ഐ എന്താ? ഐ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ഐ സ്ക്വയർ ഒരു മൈനസ് വന്നാൽ ആൻസറിൽ എന്ത് വരും? മൈനസ് വരും. 9 ഇവിടെ നടുക്കിൽ ഇതേപോലെ 2 നമ്പേഴ്സ് വരും. അതെത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. മൈനസ് 3i പ്ലസ് 3i എത്രയാണ്? 0 ആണ്. ഇനി ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. ഓക്കെ, അതാണ് ഇവിടെ 2 മൈനസ് വന്നത്. 9 പ്ലസ് 0 പ്ലസ് മൈനസ് വന്നാൽ പ്ലസ് ആയതാണ്. 9 പ്ലസ് 0 പ്ലസ് 1 എത്രയാണ്? 9 പ്ലസ് 1 എത്രയാണ്? 10 ആണ് ആൻസർ. ഓക്കെ, സാധാ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചതാണ്. 3 പ്ലസ് ഐനെ അതിൻ്റെ കോൺജുഗേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി പാർട്ട് ബിയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് എക്സ് ഇൻ്റർസെപ്റ്റ് 3 ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് -2, 3. അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് ആണ് തന്നത്. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് വരുന്ന ഒരേ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണ്? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇവിടെ എ എന്ന് പറയുന്നതാണ് എന്ത്? എക്സ് ഇൻ്റർസെപ്റ്റ്. ബി എന്ന് പറയുന്നത് എന്ത്? വൈ ഇൻ്റർസെപ്റ്റ്. അത് നമുക്ക് തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കാനാണ് നമുക്കൊരു പോയിന്റ് തന്നത്. എക്സ് വൈ ഈക്വൽ ടു എന്താണ്? -2, 3 എന്ന് പറയുന്നൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വൈ ഇൻ്റർസെപ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിന് നമ്മൾ എന്ത് കൊടുത്തു? -2 എന്ന് കൊടുത്തു. എക്ക് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്ര? 3 പ്ലസ് വൈന് നമ്മൾ എന്ത് കൊടുത്തു? 3 ഡിവൈഡഡ് ബൈ ബി എന്താ? ബി അറിയില്ല, ബി തന്നെ കൊടുത്തു ഈക്വൽ ടു 1. ഇനി നമ്മൾ അടുത്ത ചെയ്തത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. -2 ഇൻറ്റു ബി -2b പ്ലസ് 3 ഇൻറ്റു 3 9 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ബി 3b ഈക്വൽ ടു 1. ഓക്കെ ആണല്ലോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്ത് നമ്മൾ ചെയ്തത് ഈ 3bനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ -2b പ്ലസ് 9 ഈക്വൽ ടു 3b ഇൻറ്റു 1 എന്താണ്? 3b തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ബീൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ബി വരുന്നതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി 9നെ അവിടെ തന്നെ നിർത്തി. -2bയിലത് സൈഡ് മാറിയപ്പോൾ എന്തായി? +2b. അപ്പോൾ 9 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 5b എന്ന് കിട്ടി. അപ്പോൾ ബീൻ്റെ വാല്യൂ മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇൻറ്റു ആണ്, അതെന്തായി? ഡിവിഷനായി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ 9/5 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ബി എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 5b ആണ്, അതെന്താ? ഇവിടെ ഇൻറ്റു ആയതുകൊണ്ടാണ് അത് ഡിവിഷനായി. സൈഡ് മാറുമ്പോൾ ഇൻറ്റു എന്താവും? ഡിവിഷനാവും. അപ്പോൾ 9/5 ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഇപ്പോൾ ബീൻ്റെ വാല്യൂ കിട്ടി. ബീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷനിൽ കൊടുക്കുക. x/3 പ്ലസ് വൈ ബൈ ബീൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടിയത്? 9/5 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് 9/5ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 5/9 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ വന്ന് x/3 പ്ലസ് വൈ ബൈ 9/5 ഈക്വൽ ടു 1 ഇതാണ് വന്നത്. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു വേ ഓഫ് എക്സ്പ്രഷൻ രീതിയിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് x/3 പ്ലസ് 9/5ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? റെസിപ്രോക്കൽ എന്ന് പറയുന്നത് തിരിച്ചുകയാണ് 5/9y ഈക്വൽ ടു 1. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി 3 മാർക്കിനോ 4 മാർക്കിന് വരുമ്പോൾ. ഇനി ഇത് നമുക്ക് 7 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. x ഇൻറ്റു
9 എത്രയാണ് 9x പ്ലസ് 3 ഇൻറ്റു 5y 15y ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 9 27 ഈക്വൽ ടു 1 എന്നാണ്. ഇനി 27 1നെ കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 9x പ്ലസ് 15y ഈക്വൽ ടു 27 കിട്ടി. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈക്വൽ ടു 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ -27 ഈക്വൽ ടു 0, അതായത് +27 ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി -27. 9x പ്ലസ് 15y -27 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയൊന്നും ചെയ്യണം നിർബന്ധമല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ സ്റ്റെപ്പ് വരെയെങ്കിലും മിനിമം നിങ്ങൾ ചെയ്തു വയ്ക്കുക. ഓക്കെ, ഈ സ്റ്റെപ്പ് വരെയെങ്കിലും ചെയ്തു വെച്ചാൽ മതി, ബാക്കി വേണമെന്നില്ല. ഓക്കെ, ഒരു ഓർഡർ കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇക്വേഷൻ്റെ ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് സീക്ക് തീറ്റ ഈക്വൽ ടു 2 ഫൈൻഡ് ടാൻ തീറ്റ ആൻഡ് കോട്ട് തീറ്റ. നമ്മൾ കുറേ തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ സീക്ക് തീറ്റ ഈക്വൽ ടു 2 വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക? 2/1 എന്ന് കൊടുക്കുക. സീക്ക് തീറ്റൻ്റെ ഇക്വേഷൻ എന്താണ്? ഹൈപ്പോട്ടിനസ് ബൈ അഡ്ജസൻ്റ്. ഹൈപ്പോട്ടിനസിന് എന്തെന്ന് കൊടുക്കുക? ട്രയാങ്കിൾ വരയ്ക്കാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ചെറിയ ആംഗിളാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയാണ്, അഡ്ജസൻ്റ് ഇവിടെയാണ്. വലിയ സൈഡാണ് എന്ത്? എപ്പോഴും ഹൈപ്പോട്ടിനസ്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടിനസിനാണ് 2 എന്ന് കൊടുക്കേണ്ടത്, അഡ്ജസൻറ്റ് സൈഡിന് 1, മൂന്നാമത്തെ സൈഡ് എത്രയെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈപ്പോട്ടിനസ് അല്ലാത്ത ബാക്കി 2 സൈഡ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ക്വയർ ചെയ്തിട്ട് മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ BC സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ മൈനസ് AB സ്ക്വയർ. ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ 1 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഇങ്ങനെ എഴുതരുത്. ആദ്യം വലിയ നമ്പർ വേണം എഴുതാൻ, അതായത് ഹൈപ്പോട്ടിനസ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവ് വരും, അങ്ങനെ ചെയ്യാൻ പാടില്ല. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ തന്നെ എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരും. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ തന്നെ എഴുതണം, ഇനി മാറിപ്പോകരുത്. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അപ്പോൾ BC സ്ക്വയർ ഈക്വൽ 2 സ്ക്വയർ എന്താണ്? 4 ആണ്, മൈനസ് 1 സ്ക്വയർ 1 ആണ്. 4 മൈനസ് 1 3 ആണ്. BC മാത്രമാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? BC ഈക്വൽ ടു √3. അപ്പോൾ √3 ആണ് ആൻസർ. മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് √3 ആണ്. 3 സൈഡും കിട്ടിയാൽ നമുക്ക് ബാക്കിയുള്ള റേഷ്യോസ് ചെയ്താം അല്ലേ? അപ്പോൾ നമുക്ക് 3 സൈഡും കിട്ടിക്കഴിഞ്ഞാൽ ടാൻ തീറ്റേൻ്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ √3 ആണ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് ഓഫ് 1. കോട്ട് തീറ്റേൻ്റെ ഇക്വേഷൻ എന്താണ്? അഡ്ജസൻ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. അഡ്ജസൻ്റ് ഏതാ? 1 ആണ്. ഓപ്പോസിറ്റ് ഏതാ? √3. അല്ലെങ്കിൽ ടാനിനെ തിരിച്ച് എഴുതിയാൽ കോട്ട് കിട്ടും. ഓക്കെ, ഇത്രയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ടാൻ A ഈക്വൽ ടു 2 ആൻഡ് ടാൻ B ഈക്വൽ ടു 1 ഫൈൻഡ് ടാൻ A പ്ലസ് ബി ആൻഡ് ടാൻ A മൈനസ് ബി. ഇതാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടാൻ A പ്ലസ് ബിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടാൻ A പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ A ഇൻറ്റു ടാൻ ബി ഈക്വൽ ടു ടാൻ എൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. എത്രയാണ്? 2 പ്ലസ് ടാൻ ബിൻ്റെ വാല്യൂ എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ഇൻറ്റു 1. അപ്പോൾ 2 പ്ലസ് 1 3 ആണ്. 1 മൈനസ് 2 ഇൻറ്റു 1 എന്താണ്? 2 തന്നെയാണ്. 1 മൈനസ് 2 എന്ന് പറയുന്നത് -1. ചെറിയ നമ്പറിന് വലിയ നമ്പർ കുറയ്ക്കുമ്പോൾ -0. അപ്പോൾ 3/-1 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ ടാൻ A മൈനസ് ബിൻ്റെ ഇക്വേഷൻ ഇതാ. ടാൻ A മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ A ഇൻറ്റു ടാൻ ബി. അപ്പോൾ 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ A എന്ന് പറയുന്നത് 2 ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇൻറ്റു 1. 2 മൈനസ് 1 എത്രയാണ്? 1 തന്നെ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 എത്രയാണ്? 3. അപ്പോൾ 1/3 ആണ് ടാൻ A മൈനസ് ബിൻ്റെ വാല്യൂ. ടാൻ A പ്ലസ് ബി എന്ന് പറയുന്നത് -3/-1 എന്ന് കിട്ടി. ടാൻ A മൈനസ് ബിൻ്റെ വാല്യൂ 1/3 എന്ന് കിട്ടി. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് cos A പ്ലസ് സൈൻ A ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് സൈൻ 2 എന്ന് പ്രൂവ് ചെയ്യണം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കുക. cos A പ്ലസ് സൈൻ A ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് സൈൻ 2 എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2AB. ആ ഒരു ഫോമിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. A എന്ന് പറയുന്നത് ഇവിടെ cos A ആണ്, B എന്ന് പറയുന്നത് സൈൻ ആണ്. അപ്പോൾ A സ്ക്വയർ എന്ന് പറയുമ്പോൾ cos സ്ക്വയർ A പ്ലസ് B സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ A പ്ലസ് 2 cos A സൈൻ A അല്ലേ? പ്ലസ് 2AB എന്ന് പറയുമ്പോൾ 2AB എന്ന് പറയുമ്പോൾ 2 cos A സൈൻ. നമുക്കറിയാം ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos സ്ക്വയർ A പ്ലസ് സൈൻ സ്ക്വയർ A വാല്യൂ എന്താണ്? 1 ആണ്. അതവിടെ കൊടുത്തു. പ്ലസ് 2 cos A സൈൻ എനെ ഞാൻ 2 സൈൻ A cos A എന്ന് ഓർഡർ ആക്കിയിട്ട് എഴുതിയതാണ്. വേറെ ഒന്നും ചെയ്തില്ല. AB എന്ന് പറയുന്നത് B എന്ന് പറയുന്നതും ഒരേപോലെ മൾട്ടിപ്ലിക്കേഷന് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ട്
2 cos A sin A ഞാൻ 2 sin A cos A എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ 2 sin A cos A എന്ന് പറയുന്നത് എന്താണ്? sin 2A ഇക്വേഷനാണ്. 1 + 2 sin A cos Aക്ക് പകരം എന്ത് കൊടുത്തു? sin 2. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. A + B ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു. cos സ്ക്വയർ A + sin സ്ക്വയറിൻ്റെ വാല്യൂ 1 ആണ്. 2 sin A cos A എന്ന് പറയുന്നത് എന്താണ്? sin 2A. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി പാർട്ട് സിയിൽ വരുമ്പോൾ മൾട്ടിപ്ലൈ ദ കോംപ്ലക്സ് നമ്പർ 3 + 2y വിത്ത് ഇറ്റ് സെൽഫ്. വിത്ത് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ 3 × 3 + 3 × 2y, 2y × 3 + 2y × 2y. കുറേ തവണ നമ്മൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്തതാണ്. 3 × 3 9 ആണ്. 3 × 2 6, 6i + 2i × 3 6i + 2i × 2i 4i². ലാസ്റ്റ് i² എഴുതാൻ മറക്കരുത്. 9 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. 6i + 6 എത്രയാണ്? 12i + 4 × i²ൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ i² നമ്മൾ -1 കൊടുത്തു. 9 + 12i + 4 × -1 എന്താണ്? -4 ആണ്. അപ്പോൾ 9 + 12i -4. 9 - 4 എത്രയാണ്? 5 ആണ്. +12y അങ്ങനെ തന്നെ എഴുതി. ഇതിനി കൂട്ടി എഴുതാനൊന്നും നിൽക്കരുത്. ഇത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ, ഇനി അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 3 - 4i. 3 - 4iൻ്റെ മോഡുലസും ആംപ്ലിറ്റ്യൂഡും കാണാനാണ് ചോദിച്ചത്. മോഡുലസ് കാണാനുള്ള ഇക്വേഷനാണ് mod z = √(x² + y²) √(x) എന്താണ് ഇവിടെ? 3 ആണ്. x എന്ന് പറയുന്നത് 3 ആണ്. y എന്ന് പറയുന്നതോ? x എന്ന് പറയുന്നത് 3, y എന്ന് പറയുന്നത് -4. അപ്പോൾ 3² + -4 ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കുക, മൈനസ് നമ്പർ വന്നാൽ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താണ്? പ്ലസ് ആണ്. ഒരിക്കലും -16 എഴുതരുത്. -4ൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരിക്കലും മൈനസ് ചെയ്യാനുണ്ടാവില്ല. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? മോഡുലസ് കാണുമ്പോൾ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, 3² 9 ആണ്. -4ൻ്റെ സ്ക്വയർ 16 ആണ്. 9 + 16 25 ആണ്. √25 എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ മോഡുലസ് കണ്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് θ = tan 1y/x ആണ് ഇക്വേഷൻ. അപ്പോൾ എക്സ് എന്താ വൈ എന്താന്ന് നമുക്കറിയാം. tan 1 വൈൻ്റെ സ്ഥാനത്ത് എന്തെന്ന് കൊടുക്കുക? -4 എന്ന് കൊടുക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് 3. ഇത്ര എഴുതി വെച്ചാൽ മതി. വാല്യൂ കാണുന്നത് നിർബന്ധമല്ല. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഇക്വേഷൻ ടു ദ ലൈൻ പാരലൽ ടു 3x - y + 5 = 0 ആൻഡ് പാസിംഗ് ത്രൂ 3, -2. ഇവിടെ പറയുന്നത് 3x - y + 5 = 0 എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് ഒരു ഇക്വേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ പാരലൽ ലൈൻ എഴുതുമ്പോൾ ഇത്രയും ഭാഗം ഒരേപോലെ ആയിരിക്കും. അതായത് 3x - y ഒരേപോലെ എഴുതുക. പാരലൽ ലൈൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇത്രയും ഭാഗം ഒരേപോലെ എഴുതുക. +k = 0. ഇത് എപ്പോഴും കോമൺ ആണ്. +k = 0. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് kൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് xy എന്ന് പറയുന്ന ഒരു പോയിൻ്റ് അവിടെ തന്നിട്ടുണ്ട്. xy എന്ന് പറയുന്നത് 3, -2. എക്സിൻ്റെ വാല്യൂ എന്ന് കൊടുക്കുന്നത് 3 ആണ്. വൈൻ്റെ വാല്യൂ -2. അപ്പോൾ ഇവിടെ 3x - y + k = 0 ആണ് നമുക്ക് ഉള്ള ഇക്വേഷൻ. 3 × എക്സിൻ്റെ സ്ഥാനത്ത് ഒന്ന് കൊടുക്കുക 3 മൈനസ് വൈൻ്റെ സ്ഥാനത്ത് ഒന്ന് കൊടുക്കാം -2 + k = 0. ഓക്കെ, 3 × 3 9 ആണ്. മൈനസ് വരുമ്പോൾ പ്ലസ് ആയതാണ്. 9 + 2 + k = 0. 9 + 2 11 ആണ്. 11 + k = 0 എന്ന് കിട്ടും. kൻ്റെ വാല്യൂ +11 സൈഡ് മാറിയപ്പോൾ -11 ആണ്. അങ്ങനെ നമുക്ക് ദ ഇക്വേഷൻ ഈസ് 3x - y kൻ്റെ സ്ഥാനത്ത് എന്തെന്ന് കൊടുക്കുക? -11 = 0. ഓക്കെ, ഇതാണ് പാരലൽ ലൈൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 ലൈൻസ് തന്നിട്ടുണ്ട്. അവർക്കിടയിൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്താണെന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് ലൈൻസ് ഞാൻ ആദ്യം അതേപോലെ തന്നെ എടുത്തെഴുതിയതാണ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈൻസ് നമ്മൾ എടുത്തെഴുതി. എന്നിട്ട് നമുക്കറിയാം എക്സും വൈയും ആണ് കാണേണ്ടത്. ഓക്കെ, എക്സ് എന്താ വൈ എന്താണ് കാണേണ്ടത്. എക്സ് കാണാൻ ഇക്വേഷനാണ് Δ1/Δ. വൈ കാണാൻ ഇക്വേഷനാണ് Δ2/Δ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അങ്ങനെ എക്സ്
കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ 1/Δ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡെൽറ്റ എന്താണെന്ന് കാണും. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എക്സിൻ്റെ മുന്നിൽ നമ്പേഴ്സാണ്. എക്സിൻ്റെ മുന്നിൽ വേറെ ഒരു നമ്പറും ഇല്ലെങ്കിൽ അവിടുത്തെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടെയും 1 ആണ്, ഇവിടെയും 1. അതാണ് ഇവിടെ 1 1 എന്ന് പറയുന്നത്. അടുത്തതിൽ ഇവിടെയും 1 ആണ്, ഇവിടെ -1 ആണ്. അപ്പോൾ അതെന്താണ്? 1 1 -1. ഇനി നമ്മളെന്താണ്, ഇവിടെ ഒരു ഫോം ഉണ്ട് ABCD. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A × D - C × B. ഇതാണ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് 1 × -1 -1 × -1 -1 × -1 1 × -1 -1 ആണ്. -1 × 1 1 തന്നെ. ഇതിൻ്റെ ആൻസർ -2. ഓക്കെ ആണല്ലോ. ഇതാണ് എന്ത്? ഡെൽറ്റ. ഇനി ഡെൽറ്റ 1 എന്താണെന്ന് കാണും. ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഈ ഡെൽറ്റത്തെ ഫസ്റ്റ് കോളം മാറ്റിയിട്ട് അവിടെ ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന ഈ നമ്പർ, അവിടെ ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന നമ്പർ എന്താണോ അത് കൊടുക്കുക. ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാണ്? അവിടെ 4 7 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡെൽറ്റത്തെ ഫസ്റ്റ് കോളം മാറ്റിയിട്ട് അവിടെ ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന ഈ നമ്പർ 4 7 കൊടുത്തു. സെക്കൻഡ് കോളത്തിന് മാറ്റില്ല, അത് തന്നെ എടുത്തത്. വീണ്ടും ആ ഇക്വേഷൻ വെച്ചിട്ട് 4 × -1 -7 × 1 അത് ചെയ്ത് കഴിയുമ്പോൾ -4 -7 എന്ന് കിട്ടും. -4 -7 ഈക്വൽ ടു എന്താണ്? -11 ആണ്. ഇതേപോലെ തന്നെ ഡെൽറ്റ 2 എന്ന് പറയുന്നത് ഡെൽറ്റത്തെ ഫസ്റ്റ് കോളം മാറ്റണ്ട. ഡെൽറ്റ 2 എന്ന് പറയുമ്പോൾ ഡെൽറ്റത്തെ ഫസ്റ്റ് കോളം അത് തന്നെ. രണ്ടാമത്തെ കോളം മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കുക? ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന നമ്പർ 4 7 കൊടുക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. 1 × 7 -1 × 4. നടുക്കിൽ മൈനസ് ആണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, 1 × 7 7 തന്നെ, -1 × 4 4. 7 - 4 എത്ര? 3 ആണ്. അപ്പോൾ ഡെൽറ്റേൻ്റെ വാല്യൂ -2 എന്ന് കിട്ടി. ഡെൽറ്റ 1ൻ്റെ വാല്യൂ -11 എന്ന് കിട്ടി. ഡെൽറ്റ 2ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി എക്സ് കാണാൻ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ 1/Δ. അപ്പോൾ ഡെൽറ്റ 1 -11 ആണ് ബൈ -2. മൈനസ് മൈനസ് വരുമ്പോൾ അവിടെ പ്ലസ് ആയതാണ്. ഇനി y കാണാൻ ഇക്വേഷൻ ഡെൽറ്റ 2/Δ ആണ്. ബൈ ഡെൽറ്റ 2 നമുക്ക് 3 എന്ന് കിട്ടി. 3/-2 ഇത്രയാണ് ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവാലുവേറ്റ് 1 + 2i × 2 - i + 1 - 3i × 2 + i - 5 - 2i. ഇത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ചെയ്യേണ്ടത് ഇത്രയാണ്. ആദ്യം ഈ രണ്ട് ടേംസ് ഇൻറ്റു ചെയ്യും. സാധാരണ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് 4 + 3. അതുപോലെ ഇപ്പുറത്ത് വരുന്ന ഈ വാല്യൂസ് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 5 - 5i. ഓക്കെ, സാധാരണ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണ്, അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ 4 + 3iയും കിട്ടി. പിന്നെ അടുത്തെന്താ കിട്ടിയത്? 5 - 5i. ഇത് രണ്ടുമാണ് ഇപ്പോൾ നമുക്ക് കിട്ടി. ഈ കിട്ടിയ ആൻസർ എന്ത് ചെയ്യണം? ഇനി പ്ലസ് ചെയ്യണം. ഈ കിട്ടിയ ആൻസർ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഐ വരാത്തത് ഒരുമിച്ച് ആഡ് ചെയ്യുക, അല്ലേ? ഐ വരാത്തത് ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ 4 + 5 പ്ലസ് ഐ വരുന്നത് ഒരുമിച്ച് ആഡ് ചെയ്യുക. 3i + -5i. ഓക്കെ ആണല്ലോ. 4 + 5 9 ആണ്. 3i + -5i എത്രയാണ്? -2i ആണ്. ഓക്കെ, പ്ലസ് മൈനസ് വന്നപ്പോൾ മൈനസ് ആയതാണ്. ഇനി ഇപ്പോൾ നമുക്ക് കിട്ടിയത് 9 - 2i ആണ്. എന്ത്? ആ മൾട്ടിപ്ലൈ ചെയ്ത ആൻസേഴ്സ് പ്ലസ് ചെയ്തപ്പോൾ കിട്ടിയത്. ഈ ആൻസർ കൊണ്ട് ലാസ്റ്റ് വരുന്നത് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുന്നതും നമ്മൾ അഡീഷൻ ചെയ്ത പോലെ തന്നെയാണ്. ഐ വരാത്തത് ഒരുമിച്ച് മൈനസ് ചെയ്യുക. 9 - 5 പ്ലസ് അടുത്തതോ -2i മൈനസ് സബ്ട്രാക്ഷൻ്റെ മൈനസ് -2 ആ നമ്പറിൻ്റെ മൈനസ്. ഓക്കെ ആണല്ലോ. 9 - 5 ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പ്ലസ് ആണ്. അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും ഇവിടെ മൈനസ് മൈനസ് വരുമ്പോൾ പ്ലസ് ആയതാണ്. ഇവിടെ 9 - 5 4 ആണ്. പ്ലസ് -2i + 2i അതെന്താണ്? 0i. 4 + 0 എന്താണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ 4 ആണ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ x - y + 1 = 0 ആൻഡ് √3x + y + √2 = 0. ഇവിടെ നമുക്കറിയാം സ്ലോപ്പ് കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. m1 m2 എന്താണെന്ന് കാണാം. ഓക്കെ, സ്ലോപ്പ് വെച്ചിട്ടില്ല. സ്ലോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആംഗിൾ കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. θ = tan ഇൻവേഴ്സ് m1 - m2 ഡിവൈഡഡ് ബൈ 1 + m1 × m2. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇവിടെ m1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്.
അപ്പോൾ -a/b വെച്ചിട്ട് ആ സ്ലോപ്പ് കണ്ടുപിടിച്ചതാണ് ഇവിടെ 1 ആണ്. ഇനി ഇതേപോലെ രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് -a/b വെച്ച് കണ്ടുപിടിച്ചപ്പോൾ -√3 കിട്ടി. അപ്പോൾ m1ൻ്റെ വാല്യൂ 1 എന്നും m2ൻ്റെ വാല്യൂ -√3 എന്ന് കിട്ടി. ഇക്വേഷനിൽ കൊടുക്കുക tan ഇൻവേഴ്സ് m1 - m2. ഓക്കെ ആണല്ലോ. m1 - m2 tan ഇൻവേഴ്സ് m1 എത്ര കിട്ടിയത് -1, m1 1 എന്നാണ് കിട്ടിയത്. അപ്പോൾ tan ഇൻവേഴ്സ് 1 മൈനസ് m2 എത്ര കിട്ടിയത് -√3. അപ്പോൾ 1 മൈനസ് വരുന്ന പ്ലസ് ആണ് √3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഇൻറ്റു -√3. 1 ഇൻറ്റു -√3 എന്താണ് -√3. tan ഇൻവേഴ്സ് 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 1 -√3 എഴുതി വെച്ചാൽ മതി ആൻസർ. ഓക്കെ. അപ്പോൾ സ്ലോപ്പ് ഇക്വേഷൻ തന്നാൽ സ്ലോപ്പ് എന്താണെന്ന് നമുക്ക് കാണാനറിയാം. അത് വെച്ച് കണ്ടിട്ട് m1 1 എന്നോ m2 -√3 എന്ന് കിട്ടി. ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് റൈറ്റ് എ സ്ട്രേറ്റ് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് 45 degree വിത്ത് എക്സ് ആക്സിസ് ആൻഡ് പാസസ് ത്രൂ 3, -4 ഫൈൻഡ് ദി ഇക്വേഷൻ. അതായത് ലൈൻ്റെ ഇക്വേഷൻ ഏതാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ അങ്ങനെ മനസ്സിലാക്കുക. ലൈൻ്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത്. ഫൈൻഡ് ദി ഇക്വേഷൻ എന്ന് വെച്ചാൽ ലൈൻ്റെ ഇക്വേഷൻ ആണ് പഠിച്ചത്. കോർഡിനേറ്റ് ജോമെട്രിയിൽ ആകെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? ലൈൻ്റെ ഇക്വേഷൻ ഏതാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ ലൈൻ്റെ ഇക്വേഷൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 3, -4. പിന്നെ തന്നത് ഒരു ആംഗിളാണ്. ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കാണാൻ നമുക്കറിയാം. സ്ലോപ്പ് കാണുന്ന ഇക്വേഷൻ എന്താണ്? m = tan θ. tan 45ൻ്റെ വാല്യൂ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് 45 ആണ്. tan 45 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ m എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി? m എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് കിട്ടി. പിന്നെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. എത്രയാ? x1 y1 ആണ് പോയിന്റ്. 3, -4. സ്ലോപ്പും പോയിന്റ് തന്നാൽ ലൈൻ ഇക്വേഷനിൽ എന്ത് ഫോർമുലയാണ്? y - y1 = m × x - x1. y - y1 എന്തെന്ന് കൊടുക്കുക? -4 എന്ന് കൊടുക്കുക. ഈക്വൽ ടു m എത്ര? 1 × x - 3. മൈനസ് വരുമ്പോൾ പ്ലസ് ആയതാണ്. 1 × x - 3. ഇത്ര എഴുതിയാൽ മതി 3 മാർക്കിൻ്റെ ചോദ്യത്തിന്, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യത്തിൽ. ഇനി അതിൽ കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് എല്ലാതും നമ്മളറിയാം, ഒരു സൈഡിലോട്ടാക്കിയോ അല്ലെങ്കിൽ ഈ ഒരു രീതിക്കാക്കിയോ ചെയ്താൽ മതി. y + 4 = x - 3. കാരണം 1 × x - 3 എന്താ? x - 3 ആണ്. പിന്നെ ഇവിടെ ചെയ്തത് +4നെ നമ്മൾ പുറത്തോട്ട് മാറ്റിയതാണ്. +4 സൈഡ് മാറിയപ്പോൾ -4 ആയതാണ്. അപ്പോൾ y = x - -3 -4 എന്ന് പറയുന്നത് മൈനസ്. അതാണ് ഈ ആൻസർ. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ +x സൈഡ് മാറിയപ്പോൾ -x ആയതാണ്. -7 സൈഡ് മാറിയപ്പോൾ +7 ആണ്. =0. ഒന്നെങ്കിൽ ഈ ഫോമുല എഴുതാം, അല്ലെങ്കിൽ ഈ ഫോമുല. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇത്രയെങ്കിലും എഴുതി വയ്ക്കുക. ഇത്ര എഴുതിയാൽ തന്നെ ഏകദേശം നിങ്ങൾ എത്തിയിട്ടുണ്ട്, ഇക്വേഷനിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, ഇത്രയൊന്നും സ്റ്റെപ്പ് നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് വരെയെങ്കിലും മാക്സിമം നിങ്ങൾ ചെയ്ത് വയ്ക്കുക. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് cos θ = -4/5, θ lies in the second quadrant, then find all other trigonometric function. ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം cos θൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. ട്രയാങ്കിൾ വെച്ച് എഴുതേണ്ട ഒരു ചോദ്യമാണിത്. ഇപ്പോൾ cos θ എന്ന് പറയുന്നത് -4/5 തന്നിട്ടുണ്ട്. ഒരിക്കലും സൈഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ തീറ്റ എന്ന് കൊടുത്തു, ഓപ്പോസിറ്റ് സൈഡോ ഏതാണെന്നറിയാം, അഡ്ജസൻറ്റ് ഏതാ, ഹൈപ്പോട്ടിനസ് ഏതാന്നൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ അഡ്ജസൻറ്റിന് ഒരിക്കലും -4 എന്ന് കൊടുക്കരുത്. കാരണം സൈഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഇനിയിപ്പോൾ അവിടെ മൈനസ് വന്നാലും ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി? +4 എന്ന് കൊടുത്താൽ മതി. ഹൈപ്പോട്ടിനസിനോ 5 എന്ന് കൊടുക്കുക. മൂന്നാമത്തെ സൈഡ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് അറിയാം BC² എന്ന് പറയുന്നത് എന്താണ്? AC² - AB². ഓക്കെ, ഒരിക്കലും 4² - 5² എന്ന് എഴുതരുത്. 5² - 4². ഓക്കെ, ചെറിയ സൈഡ് കാണുമ്പോൾ ഹൈപ്പോട്ടിനസ്² മൈനസ് ആ സൈഡാണ് ചെയ്യേണ്ടത്. 5² - 4² ചെയ്യുമ്പോൾ 25 - 16 9 എന്ന് കിട്ടും. BC² എന്ന് പറയുന്നത് √9 ആണ്. √9 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ BCൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. 3 സൈഡ് കിട്ടിയാൽ നമുക്ക് ബാക്കി റേഷ്യോസ് എല്ലാം എഴുതാൻ പറ്റും. sin θ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ 3/5 എന്ന് വന്നത്. sin θൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഓപ്പോസിറ്റ് ഇവിടെ 3 ആണ്, ബൈ
ഹൈപ്പോട്ടനസ് ഏതാ 5, 3/5. കൊസീക് തീറ്റ എന്ന് പറയുന്നത് തിരിച്ച് ചെയ്താൽ മതി. അതാണ് 5/3 എന്ന് പറയുന്നത്. ഇനി കോസ് തീറ്റേൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? -5/4. സീക്ക് എന്ന് പറയുന്നത് അതിന് തിരിച്ച് ചെയ്താൽ മതി. എന്താ? -5/4. സോറി, കോസ് തീറ്റ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നത് -4/5 ആണ്. സീക്ക് തീറ്റ എന്ന് പറയുന്നത് അതിന് തിരിച്ച് ചെയ്തതാണ് എന്ത്? -5/4. ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. -3/4. കോട്ട് തീറ്റ ഈക്വൽ ടു അതിന് തിരിച്ച് ചെയ്ത് -4. ഇവിടെ മൈനസ് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവും? ASTC റൂൾ വെച്ചിട്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാതും പോസിറ്റീവ്, ഓൾ ടി ഫങ്ഷൻസ് പോസിറ്റീവ്. രണ്ടാമത്തെ ക്വാഡ്രൻറ്റിലോ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്, ബാക്കിയൊക്കെ എന്താണ്? നെഗറ്റീവ്. മൂന്നാമത്തേലോ ടാനും കോട്ടും ആണ് പോസിറ്റീവ്, ബാക്കിയൊക്കെ എന്താണ്? നെഗറ്റീവ്. നാലാമത്തേൽ കോസും സീക്കും ആണ് പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ അവിടെ സൈനും കൊസീക്കും ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ എന്താണ്? മൈനസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഓക്കെ, ഇനി അതിൽ സെക്കൻഡ് പാർട്ടിൽ ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് 1 + cos 2a ബൈ sin 2a = cot a എന്ന് പ്രൂവ് ചെയ്യണം. നമ്മളൊരു മൾട്ടിപ്പിൾ ആംഗിൾസിൽ നമ്മൾ cos square = 1 + cos 2a ബൈ 2 എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 cos square = 1 + cos t എന്ന് കിട്ടും. sin 2ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 sin a cos a. ഈ രണ്ട് വാല്യൂസ് ഈ ഇക്വേഷനിൽ കൊടുക്കുക. ഈ രണ്ട് വാല്യൂസ് ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 2 cos square a ഡിവൈഡഡ് ബൈ 2 sin a cos എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 2ഉം 2ഉം ക്യാൻസലായി. മുകളിൽ നിന്ന് ഒരു കോസും താഴെ നിന്ന് ഒരു കോസും വെട്ടിപ്പോയി. മുകളിൽ ഒരു കോസ് ബാക്കിയുണ്ട്, താഴെ സൈൻ. കോസ് ബൈ സൈൻ എന്താണ്? കോട്ടാണ്. കോസ് ബൈ സൈൻ ഈക്വൽ ടു കോട്ട്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് sin a + b - sin a - b = 2 cos a sin b എന്ന് പ്രൂവ് ചെയ്യും. sin a + bൻ്റെ ഇക്വേഷനും sin a - bൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് അവിടെ കൊടുത്താൽ മതി. sin a + bൻ്റെ ഇക്വേഷൻ എന്താ? sin a cos b + cos a sin b മൈനസ് sin a - bൻ്റെ ഇക്വേഷനോ sin a cos b മൈനസ് cos a sin b. അപ്പോൾ ഇവിടെ sin a cos b + cos a sin b, ഈ മൈനസ് ഉള്ളോട്ട് വരുമ്പോൾ -sin a cos b ആവും. മൈനസ് വരുമ്പോൾ അവിടെ പ്ലസ് ആയതാണ് cos a sin b. ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു sin a cos b ഉണ്ട്, ഇവിടെ ഒരു -sin a cos b, അത് വെട്ടിപ്പോയി 0 ആയി. ബാക്കിയുള്ളത് എന്താണ്? cos a sin b + cos a sin b, രണ്ടെണ്ണം വന്നു. അപ്പോൾ അതിൻ്റെ അപ്പോൾ അതെന്തായി? 2 cos a sin b, അതായത് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. sin 3x / sin x - cos 3x / cos x = 2 എന്ന് പ്രൂവ് ചെയ്യണം. മൾട്ടിപ്പിൾ ആംഗിൾസിൽ sin 3xൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3 sin x - 4 sin cube x ആണ്, ഡിവൈഡഡ് ബൈ sin x മൈനസ് cos 3xൻ്റെ ഇക്വേഷൻ 4 cos cube x - 3 cos x ആണ്, ഡിവൈഡഡ് ബൈ cos x. ഇവിടെ നോക്കുക, ഫസ്റ്റത്തേൽ രണ്ടിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാ? sin x ആണ്. അപ്പോൾ sin x നമ്മൾ പുറത്തെടുത്തു. sin x ഇവിടുന്ന് പുറത്തെടുത്ത ബാക്കി എന്താ ഉള്ളത്? 3. അതാണ് ഇവിടെ 3 എന്ന് എഴുതിയേ. -4 ഇവിടെ സൈൻ ക്യൂബാണ്. അതിന് 1 പുറത്തെടുത്താൽ ബാക്കി എത്ര ഉണ്ട്? 2 സൈൻ. അപ്പോൾ അതാണ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. ഇപ്പുറത്തും അതേപോലെ തന്നെ കോസ് എക്സ് പുറത്തെടുക്കുക. കോസ് എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരിക? മുകളിൽ കോസ് ക്യൂബായിരുന്നു, ഒന്ന് പുറത്തെടുത്തപ്പോൾ കോസ് സ്ക്വയറായി. മൈനസ് ഇവിടുന്ന് ഒരു കോസ് പുറത്തിട്ട് ബാക്കിയിൽ 3. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സും ക്യാൻസലായിപ്പോയി, കോസ് എക്സും ക്യാൻസലായിപ്പോയി. ബാക്കി അവിടെ വരുന്നത് 3 - 4 sin square x, 3 - 4 sin square x, ബാക്കി വരുന്നത് 3 - 4 sin square x മൈനസ് 4 × cos square x -3. ഇതാണ് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 - 4 sin square x മൈനസിനെ ഉള്ളിലോട്ട് ഇൻറ്റർ ചെയ്തപ്പോഴാണ് ഇവിടെ -cos square x ആയത്. മൈനസ് വരുമ്പോൾ എന്തായി? പ്ലസ് ആയി. ഓക്കെ, -4 cos square x + 3 ആയി. ഇനി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടുന്ന് 4 നമുക്ക് പുറത്തെടുക്കാം. ഈ രണ്ട് ടേമിൽ നിന്നും 4 നമ്മൾ പുറത്തെടുത്താൽ 3 - 4 പുറത്തെടുത്താൽ ബാക്കി അവിടെ എന്തായാലും sin square x. പിന്നെ ഇവിടുന്ന് ഒരു -4 എടുത്താൽ ബാക്കി അവിടെ +cos square x. ഓക്കെ, രണ്ടിന്നും -4 പുറത്തെടുത്തു, +3. അപ്പോൾ നമുക്കിവിടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഇവിടെ ഒരു 3യും ഇവിടെ ഒരു 3യും. അത്ര 3 + 3 6 ആണ്.
മൈനസ് 4 ഇൻറ്റു ഇവിടെ ബാക്കി വന്നത് sin സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. നമ്മൾ ഐഡൻറ്റി പഠിച്ചതാണ്, എന്താണ് അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 6 മൈനസ് 4 ഇൻറ്റു 1, 6 മൈനസ് 4 ഇൻറ്റു 1 എന്താ 4. 6 മൈനസ് 4 എത്രയാ 2 ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മാക്സിമം നന്നായിട്ട് നോക്കുക. ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ് ജോമെട്രി 2024 വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.